നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഗോളടിയിലും അസിസ്റ്റിലും ഒന്നാമനായി മുഹമ്മദ് സലാ. ഏർലിംഗ് ഹാലൻഡിനോടൊപ്പം 14 ഗോളുകൾ അദ്ദേഹം ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അസിസ്റ്റിൻ്റെ കണക്കെടുത്താലും ഒന്നാം സ്ഥാനത്താണ് മുഹമ്മദ് സലായുള്ളത്. സലാക്കിപ്പോൾ 8 അസിസ്റ്റുകളാണ് ഈ സീസണിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഗോളടിയിലും അസിസ്റ്റിലും ഒരുപോലെ മിന്നിക്കത്തുന്നു മുഹമ്മദ് സലാ. അദ്ദേഹത്തിൻ്റെ കൂടി മികവിൽ ഇന്നലെ ലിവർപൂള് വിജയിച്ചു കയറി. ന്യൂകാസിൽ യുണൈറ്റഡിനെ 4-2 അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സലാ ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും ആ കളിയിലും സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തു, എന്നിട്ടും പിന്നീട് ഒരു ഗോൾ കണ്ടെത്തി. അതിനുശേഷം ഒരു പെനാൽറ്റി അദ്ദേഹം കൺവേർട്ട് ചെയ്തു. 4-2 ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സലായെ കൂടാതെ ജോൺസും ഗാക്പോയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. ന്യൂകാസിലിനായിട്ട് ഐസക്കും ബോട്ട്മാനും ഓരോ ഗോളും കണ്ടെത്തുകയുണ്ടായി. ലിവർപൂളിൻ്റെ മൈതാനത്ത് ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 മുഹമ്മദ് സലാ, ന്യൂനസ്, ലൂയിസ് ഡയസ് എന്നിവർ ഒരുമിച്ചിറങ്ങി. മറുഭാഗത്ത് ജോയലിൻ്റെയും ഐസക്കും ഗോർഡനും ചേർന്നുകൊണ്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ മുഹമ്മദ് സലാക്ക് കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാം പകുതിയിലാണ് 6 ഗോളുകൾ ഈ കളിയിൽ പിറന്നത്. 49-ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് സലാ ലിവർപൂളിനെ മുന്നിലെത്തിക്കുന്നു. എന്നാൽ 54-ാമത്തെ മിനിറ്റിൽ ഐസക്ക് ന്യൂകാസിൽ യുണൈറ്റഡിനെ ഒപ്പം എത്തിച്ചു. തുടർന്ന് 74-ാമത്തെ മിനിറ്റിൽ ജോൺസും 78-ാമത്തെ മിനിറ്റിൽ ഗാക്പോയും ഗോളടിച്ചപ്പോൾ 3-1 ലീഡിലേക്ക് ലിവർപൂൾ കടന്നുപോയി. 81-ാമത്തെ മിനിറ്റിൽ ബോട്ട്മാനിലൂടെ ഒരു ഗോൾ കൂടി മടക്കി 3-2 എന്ന രൂപത്തിലേക്ക് ആക്കി. ന്യൂകാസിൽ യുണൈറ്റഡ് പൊരുതാനുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെങ്കിലും 86-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് സലാ സ്കോർ ലൈൻ 2-1 എന്ന രൂപത്തിലേക്ക് മാറ്റി. ഒടുവിൽ ആ സ്കോർ ലൈനിൽ തന്നെ ലിവർപൂൾ വിജയിച്ച് കയറിയതോടുകൂടി ഇപ്പോൾ പ്രീമിയർ ലീഗിലെ 20 കളികളിൽ നിന്ന് 45 പോയിന്റോടെ ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. അത്രയും കളികളിൽ നിന്ന് 42 പോയിന്റുള്ള ആസ്റ്റൺ വില്ലയാണ് രണ്ടാമത്. സിറ്റിക്ക് 19 കളികളിൽ നിന്ന് 40 പോയിന്റ്, അവർ മൂന്നാമതാണ്. 20 കളികളിൽ നിന്ന് 40 പോയിന്റുള്ള ആഴ്സണലാണ് നാലാമത്. 20 കളികളിൽ നിന്ന് 39 പോയിന്റുള്ള ടോട്ടനാം ഹോട്ട്സ്പറാണ് അഞ്ചാമത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5 ടീമുകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒന്നാമത്തെ ടീമും പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്തെ ടീമും 5-ാമത്തെ ടീമും തമ്മിലുള്ള വ്യത്യാസം വെറും 6 പോയിന്റിൻ്റെ മാത്രമാണെന്നർത്ഥം. ഇത്തവണ പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കനക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.